ഛത്തീസ്ഗഡിലെത്തി അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെ കണ്ട് UDF പ്രതിനിധി സംഘം. കന്യാസ്ത്രീകൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് MP മാർ പറഞ്ഞു. സംഘത്തിലുണ്ടായിരുന്ന NK പ്രേമചന്ദ്രൻ MP ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ദൂരദർശൻ വാർത്തകളോട് പങ്കുവച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധി സംഘത്തോടൊപ്പം കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ഫ്രാൻസിസ് ജോർജും RSPയെ പ്രതിനിധീകരിച്ച് ഞാനും ഉൾപ്പെടെയുള്ള പാർലമെന്റിന്റെ ഒരു പ്രതിനിധി സംഘം ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിച്ചു, റായ്പൂർ സന്ദർശിച്ചു. ഞങ്ങള് ശ്രീ ബെന്നി ബെഹനാൻ MP, അതുപോലെ ഒഡീഷയിലെ പാർലമെന്റ് അംഗമായിട്ടുള്ള സപ്തഗിരി, അങ്കമാലി നിയമസഭാംഗമായിട്ടുള്ള റോജിയം ജോൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതുപോലെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സിസ്റ്ററിന്റെ സഹോദരന്മാരിൽ നിന്നുണ്ടായിരുന്നു. അവരെ ജയിലിനകത്ത് കയറി ഞങ്ങൾ കണ്ടു. 10-15 മിനിറ്റോളം അവരുമായി സംസാരിച്ചു. കേരളത്തിന്റെ എല്ലാം പിന്തുണയുണ്ട് എന്നവരോട് പറഞ്ഞു. ആ കാര്യത്തിൽ അവർ പറയുന്നത് ഈ 3 കുട്ടികളെ കൊണ്ടുവന്ന 3 കോൺവെന്റുകളിൽ ജോലിയുമായി ബന്ധപ്പെട്ട അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയുടെ സുഹൃത്തുക്കളാണ് ഈ 3 പേർ. അങ്ങനെയാണ് 3 കോൺവെന്റുകളിലേക്കായി ജോലിക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ വന്നപ്പോഴാണ് മനുഷ്യക്കടത്ത് എന്നതിന്റെ പേര്, മനുഷ്യക്കടത്ത് എന്ന വാദം ഉന്നയിച്ചു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്താണ്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ജാമ്യം കിട്ടാത്ത കേസുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിമാൻഡിലാണ്. മതപരമായിട്ടുള്ള വിശ്വാസം നിലനിർത്താനും പ്രചരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള പൗരാവകാശത്തിന്റെയും മൗലികാവകാശത്തിന്റെയും നഗ്നമായ ലംഘനമാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്.